الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മനുഷ്യ സമൂഹത്തിനോട് ചെയ്ത ഉപദേശങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 9 ഉപദേശങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സ്വായത്തമാക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിൽ 4 ഉപദേശങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചർച്ച ചെയ്തു. അല്ലാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്, 2 മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, 3 മക്കളെ ഒരിക്കലും അന്യായമായി കൊല ചെയ്യരുത്, 4-മതായി വൃത്തിഹീനമായ പ്രവൃത്തികളുമായി സമീപിക്കരുത്, 5-മതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു പവിത്രമാക്കിയ ശരീരങ്ങളെ അന്യായമായി കൊലപാതകം ചെയ്യരുത്. മനുഷ്യനെ അല്ലാഹു ആദരിച്ചിരിക്കുകയാണ്, ബഹുമാനിച്ചിരിക്കുകയാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സമൂഹത്തിനെ ഞാൻ ആദരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ശരീരത്തിന് ആദരവും ബഹുമാനവുമുണ്ട്. ആ ആദരവും ബഹുമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ടുള്ള സമീപനമായിരിക്കണം നടത്തേണ്ടുന്നത്. ഒരു ശരീരത്തെയും അന്യായമായി പിച്ചി ചീന്താനോ കൊല ചെയ്യാനോ വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൊലപാതകം എത്ര ക്രൂരമായ പാതകമാണ്, ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന പാപമാണ് എന്ന് ബോധ്യപ്പെടും. ഇബ്നു മാജാ ശരീഫിന്റെ റിവായത്തിൽ കാണാം, അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുന്നു, ലസവാലു ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഖത്ലി മുഅ്മിനിൻ ബിഗൈരി ഹഖ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ ദുനിയാവെല്ലാം നീങ്ങിപ്പോകൽ, ഈ ദുനിയാവെല്ലാം നശിച്ചു പോകൽ അള്ളാഹുവിന് എളുപ്പമാണ്.
ഒരു മുഅ്മിനായ മനുഷ്യനെ അന്യായമായി കൊലപാതകം ചെയ്യുന്നതിനേക്കാൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും തകർന്ന് തരിപ്പണമാക്കുന്നതിനേക്കാൾ ഗുരുതരമായ ഗൗരവം അർഹിക്കുന്ന പാപമാണ് ഒരു മുഅ്മിനെ കൊലപാതകം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മറ്റൊരു റിവായത്ത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ലൗ അന്ന അഹ്ലസ് സമാഇ വൽ അർളി ഇസ്തറഖു അലാ ദമി മുഅ്മിനിൻ ലഅകബഹുമുല്ലാഹു അലന്നാർ. ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വ സൃഷ്ടിചരാചരങ്ങളും ഒരു മുഅ്മിനിന്റെ രക്തം ചീന്തുന്നതിൽ പങ്കാളികളായാൽ അല്ലാഹു അവരെ എല്ലാവരെയും നരകത്തിലേക്ക് വലിച്ചിടുന്നതാണ്. അല്ലാഹു ചിന്തിക്കില്ല ഈ എല്ലാ മനുഷ്യരെയും എങ്ങനെയാ നരകത്തിലിടുന്നത്, കുറച്ചു പേരെങ്കിലും സ്വർഗത്തിന്റെ അവകാശികളായിട്ട് വേണ്ടേ എന്ന് ചിന്തിക്കൂല. എല്ലാ മനുഷ്യരും കൂടെ ചേർന്നിട്ട് ഒരു മനുഷ്യനെ കൊന്നാൽ ഈ എല്ലാ മനുഷ്യരെയും അല്ലാഹു ഒരു നിലയിലും പരിഗണിക്കാതെ നരകത്തിലേക്ക് വലിച്ചിടും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. കൊലപാതകം സാധാരണ മറ്റു പാപങ്ങളെ പോലെ എന്തെങ്കിലും തരത്തിലുള്ള ദയ അർഹിക്കുന്ന കുറ്റമല്ല. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തന്നെ ومن يقتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما. ومن يقتل مؤمنا متعمدا ആരെങ്കിലും കരുതി കൂട്ടി ഒരു മുഅ്മിനിനെ കൊലപാതകം ചെയ്യുന്നുവെങ്കിൽ ഫജസാഉഹു ജഹന്നമ, അവന്റെ പ്രതിഫലം നരകമാണ്. ഖാലിദൻ ഫീഹാ, ആ നരകത്തിൽ അവൻ നിത്യമായി താമസിക്കേണ്ടി വരും. വഗദിബല്ലാഹു അലൈഹി, അല്ലാഹുവിന്റെ ദേഷ്യം അവന്റെ മേലുണ്ടാകും. വലഅനഹു, അല്ലാഹു അവനെ ശപിക്കുകയും ചെയ്യും. വഅദ്ദ ലഹു അദാബൻ അദീമാ, ഗുരുതരമായ ശിക്ഷയാണ് അല്ലാഹു അവന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ അനശ്വരമായ നരകപ്രവേശനമാണ് കൊലപാതകത്തിനുള്ള ശിക്ഷയായി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാന്റെ വിവക്ഷ കൊലപാതകം എന്ന് പറയുന്ന പാതകം പ്രവർത്തിച്ചയാൾക്ക് തൗബയില്ല എന്നാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ഒരാൾ വന്ന് ചോദിക്കുകയുണ്ടായി, ഹല്ലിൽ ഖാതിലി മിൻ തൗബ, കൊലപാതകം ചെയ്യുന്നയാൾക്ക് തൗബയുണ്ടോ, പശ്ചാത്താപമുണ്ടോ? അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചോദിച്ചയാളോട് ചോദിച്ചു, മാദാ തഖൂലു, നിങ്ങൾ എന്താ ചോദിക്കുന്നത്? വീണ്ടും ചോദ്യകർത്താവ് ചോദ്യം ആവർത്തിച്ചു, ഹല്ലിൽ ഖാതിലി മിൻ തൗബത്തി, കൊലപാതകം ചെയ്യുന്നയാൾക്ക് തൗബയുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയുണ്ടായി, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, യഅതി യൗമൽ ഖിയാമത്തി അൽ മഖ്തൂൽ, നാളെ വധിക്കപ്പെട്ട ഒരു മുഅ്മിനായ മനുഷ്യൻ മഹ്ശറിൽ ഹാജരാകും. മുഅല്ലഖൻ റഅസഹു ബിയദിഹി, അവനെ അരുംകൊല ചെയ്യപ്പെട്ടപ്പോ അവന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയ തല ഒരു കയ്യിലുണ്ടായിരിക്കും. വമുതലബ്ബിബൻ ഖാതിലഹു ഫീ യദിഹിൽ ഉഖ്റ, അവനെ കൊലപാതകം ചെയ്ത കൊലയാളി മറ്റേ കയ്യിലും ഉണ്ടായിരിക്കും. ആ കയ്യിൽ അയാൾ ചുറ്റിപ്പിടിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. എന്നിട്ട് അയാളുടെ കഴുത്തിൽ നിന്നിങ്ങനെ രക്തം ചീന്തുന്നുണ്ടായിരിക്കും. അദ്ദേഹം അർശിന്റെ ചോട്ടിൽ വന്നിട്ട് അല്ലാഹുവിനോട് പറയും, യാ റബ്ബി ഹാദാ ഖതലനി, അല്ലാഹു ഇയാളായി എന്നെ കൊലപാതകം ചെയ്തു.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദർഭത്തിൽ കൊലയാളിയോട്, കൊലപാതകം ചെയ്തയാളോട് ചോദിക്കും, നീ ഇയാളെ കൊലപാതകം ചെയ്തു എങ്കിൽ തഈസ, നീ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഫയദ്ഹബു ബിഹി ഇലന്നാർ, അവനെ നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, കൊലപാതകന് ശിക്ഷ കിട്ടും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഫഹല്ലഹു മിൻ തൗബ, അദ്ദേഹത്തിന് തൗബയുണ്ടാകുന്നത്? അദ്ദേഹത്തിന്റെ പശ്ചാത്താപം ഒരു നിലയിലും അല്ലാഹു അംഗീകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യില്ല. കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പാപമല്ല. ആ പാപത്തിന്റെ പേരിൽ അനശ്വരമായ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിനെ വിവരിച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അൽ ജാമിഉ സഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസാണ്, ലാ യസാലുൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തിൻ ഫീ ദീനിഹി, ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ദീനിൽ വിശാലതയുള്ളവനായിരിക്കും. മാ ലം യുസിബ് ദമൻ ഹറാമൻ, അവൻ ഒരു ഹറാമായ രക്തം ചീന്തുന്നത് വരെ, ഒരു മുഅ്മിനിനെ അന്യായമായി കയ്യേറ്റം ചെയ്തവനെ കൊലപാതകം ചെയ്യുന്നത് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊലപാതകം എന്ന് പറയുന്ന കുറ്റത്തിന്റെ പേരിൽ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും അവൻ ഒറ്റപ്പെടുത്തപ്പെടുകയാണ്. ഒരു മനുഷ്യൻ അവന്റെ ഉള്ളിൽ നിന്ന് പൊന്തി വന്ന വികാരമാകുന്ന അരിശത്തിന്റെയും രോഷത്തിന്റെയും പകയുടെയും പേരിൽ മറ്റൊരാളുടെ ജീവന് ഹനിക്കുമ്പോൾ പിന്നീട് അയാളുടെ എല്ലാ സാധ്യതകളും അവസാനിച്ചു പോവുകയാണ്. നാട്ടിൽ കള്ളുകുടിച്ച് നടന്ന മനുഷ്യൻ ആ കള്ളുകുടിയിൽ നിന്ന് ഒഴിവായി പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ വീട്ടിലും കുടുംബത്തിലും നാട്ടിലും അംഗീകാരം കിട്ടും. എന്നാൽ ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യനെ കൊലപാതകം ചെയ്തയാൾ, അയാൾ എത്ര വലിയ തൗബ ചെയ്തു എന്ന് അവകാശപ്പെട്ടാലും വീട്ടിലോ കുടുംബത്തിലോ നാട്ടിലോ എവിടെയും അയാൾക്ക് അംഗീകാരം കിട്ടൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഒരു മുഅ്മിൻ ദീനിൽ വിശാലതയുള്ളവനായിരിക്കും, അവന് ദീനിലേക്ക് മടങ്ങാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ കൊലപാതകം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ ദീനിന്റെ എല്ലാ സാധ്യതകളും അവനിൽ നിന്ന് അവസാനിച്ചു പോവുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാന്റെ ഉദ്ധരണി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അൽ ജാമിഉ സഹീഹിൽ കൊണ്ടുവരുന്ന ഇപ്രകാരമാണ്, ഇന്ന മിൻ വർതാത്തിൽ ഉമൂറില്ലതി ലാ മഖ്റജ لأن يقع نفسه عليها سفك الدم الحرام بغير حله. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, ഇന്ന മിൻ വർതാത്തിൽ ഉമൂറില്ലതി ലാ മഖ്റജ, ഒരിക്കലും പുറത്തു കടക്കാൻ സാധ്യമല്ലാത്ത വിഷമകരമായ ദുഃഖത്തിലേക്ക് മനുഷ്യനെ വലിച്ചിടുന്ന ഗുരുതരമായ ഒരു പാതകമാണ് സഫ്കത്ത് ദമിൽ ഹറാമി ബിഗൈരി ഹില്ലിഹി, അന്യായമായ ഒരു മനുഷ്യന്റെ രക്തം ചീന്തൽ, അന്യായമായ ഒരു മനുഷ്യനെ കൊലപാതകം ചെയ്യൽ. പിന്നീട് ആ കൊലപാതകത്തിന് ശേഷം അദ്ദേഹം ഖേദിച്ചാലും ആ ഖേദത്തെ ആരും അംഗീകരിക്കില്ല, ആരും പരിഗണിക്കില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവൻ ഹനിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളുടെ അടയാളം പരിചയപ്പെടുത്തിയ സ്ഥലങ്ങളിൽ വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا. അല്ലാഹു അവന്റെ സദ്വൃദ്ധരായ ദാസന്മാരുടെ അടയാളം വിശദീകരിക്കുന്നിടത്ത് പറയുകയാണ്, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അല്ലാഹുവിന്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെ പ്രാർത്ഥിക്കുന്നവരല്ല, മറ്റുള്ളവരെ ആരാധിക്കുന്നവരല്ല.
അവരുടെ ഹൃദയത്തിൽ തൗഹീദ് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. വലാ യസ്നൂന, അവർ വ്യഭിചരിക്കുന്നവരല്ല. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി അല്ലാഹു പവിത്രമാക്കിയ ഒരു ശരീരത്തെയും കൊലപാതകം ചെയ്യില്ല. വമൻ യഫ്അൽ ദാലിക യൽഖാ അഥാമാ, ഈ പാപങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതം അവൻ കണ്ടെത്തേണ്ടി വരും. യുളാഇഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിനത്തിൽ അവന്റെ ശിക്ഷ ഇരട്ടിപ്പിക്കപ്പെടും. വയഖ്ലുദു ഫീഹി മുഹാന, നിന്ദ്യനായ ആ ശിക്ഷയിൽ അനശ്വരമായ അവൻ കഴിയേണ്ടി വരും. കൊലപാതകത്തിന്റെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന ശിക്ഷയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, വല്ലദീ നഫ്സി ബിയദിഹി ലയഅതിയന്ന അലൻ നാസി സമാനു ലാ യദ്രിൽ ഖാതിലു മിൻ അയ്യി ശൈഇൻ ഖതല വലാ യദ്രിൽ മഖ്തൂലു മിൻ അയ്യി ശൈഇൻ ഖുതില. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. മുഹമ്മദിന്റെ ശരീരം ഏതൊരു ഉടമസ്ഥന്റെ നിയന്ത്രണത്തിലാണോ അങ്ങനെയുള്ള അല്ലാഹുവിൽ സത്യമായി ലയഅതിയന്ന അലൻ നാസി സമാനു, തീർച്ചയായും ജനങ്ങളുടെ മേൽ ഒരു കാലം വന്നു ഭവിക്കും. ലാ യദ്രിൽ ഖാതിലു ഫീ മിൻ അയ്യി ശൈഇൻ ഖതല, അന്നേ ദിവസം ഘാതകൻ ഒരാളെ കൊല ചെയ്ത കൊലയാളിക്ക് അറിയില്ല എന്തിനു വേണ്ടിയാണ് മറ്റൊരാളെ കൊന്നത് എന്ന്. വലാ യദ്രിൽ മഖ്തൂലു, കൊല്ലപ്പെട്ടവൻ അറിയില്ല മിൻ അയ്യി ശൈഇൻ ഖുതില, എന്തിനു വേണ്ടിയാണ് തന്നെ കൊല ചെയ്യപ്പെട്ടത് എന്ന്. ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്ന പൊടുന്തനെയുള്ള തന്റെ ആഗ്രഹങ്ങൾ സായുജ്യമടക്കണമെന്ന ചിന്ത, അതിന് വിക്കാതെ നിൽക്കുന്ന ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണ് എങ്കിലും നിമിഷ നേരം കൊണ്ട് കൊലപാതകം ചെയ്യുന്ന ദാരുണമായ അവസ്ഥ. ദിനം പ്രതി കൊലപാതകത്തിന്റെ കഥകൾ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കൊലയാളിക്കറിയില്ല എന്തിനാ ഞാൻ അയാളെ കൊന്നത് എന്ന്. കൊല്ലപ്പെട്ടയാൾക്കറിയില്ല ജീവിതത്തിന്റെ നെട്ടോട്ടത്തിന്റെ ഇടയിൽ ആരോ തന്നെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. തന്റെ ജീവൻ അപഹരിച്ചെടുക്കപ്പെട്ടിരിക്കുക, എന്തിനാ തന്നെ വധിക്കപ്പെട്ടത് എന്നറിയില്ല. അങ്ങനെ ഒരു കാലം വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. കൊലപാതകത്തിന്റെ മറ്റൊരു കാരണം ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്ന അരിശം, രോഷം, പക, വിദ്വേഷം. തന്റെ സഹോദരനാണ് എങ്കിലും തന്റെ കൂട്ടാളിയാണെങ്കിലും ബന്ധുവാണെങ്കിലും സ്നേഹിതനാണ് എങ്കിലും ഹൃദയത്തിൽ ഒരാളോട് പകയും വിദ്വേഷവും ഉണ്ടായി കഴിഞ്ഞാൽ അയാളെ എങ്ങനെയും ഉന്മൂലനാശം വരുത്തണം എന്ന ചിന്ത. ലോകത്താദ്യമായി നടന്ന തിന്മ കൊലപാതകം. ഈ കൊലപാതകം നടന്നത് ഭൗതികമായ എന്തെങ്കിലും സംവിധാനങ്ങൾക്ക് വേണ്ടിയല്ല, നേരെ മറിച്ച് ദീനിന്റെ പേരിൽ ആദ്യം കൊലപാതകം നടന്നു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഭവം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന്റെ രണ്ട് മക്കൾ ഹാബീലും ഹാബീലും. ഹാബീൽ ഹാബീലിനെ കൊലപാതകം ചെയ്തു. എന്തിനു വേണ്ടിയാ? ഹാബീൽ മഖ്ബൂലായതുകൊണ്ട്. ഹാബീലിന്റെ ഖുർബാൻ ബലി അല്ലാഹു സ്വീകരിച്ചതുകൊണ്ട് ആ ഒരു ദീനിയായ അസൂയയുടെ പേരിൽ, ഹൃദയത്തിൽ ഉണ്ടായ രോഷത്തിന്റെ പേരിൽ സഹോദരനെ കൊല്ലുകയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വത്ലു അലൈഹിം നബഅ ബിനൈ ആദമ ബിൽ ഹഖ് ഇദ ഖറബാ ഖുർബാനൻ فتقبل من أحدهما ولم يتقبل من الآخر قال لأقتلنك قال إنما يتقبل الله من المتقين. എത്ര കൃത്യമായിട്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യന് ദിശാബോധം നൽകുന്നതിനു വേണ്ടി അവതീർണമായ ഖുർആനിൽ അല്ലാഹു മനുഷ്യ മനസ്സുകളെ സംസ്കരിക്കാൻ വേണ്ടി ഉതകുന്ന ഉദാഹരണം വിശദീകരിക്കുകയാണ്.
وَاتْلُ عَلَيْهِمْ نَبَأَ ابْنَيْ آدَمَ بِالْحَقِّ. മുഹമ്മദേ, നിങ്ങളുടെ സമുദായത്തിന് ആദമിന്റെ 2 മക്കളുടെ ചരിത്ര യാഥാർത്ഥ്യം കേൾപ്പിച്ചു കൊള്ളുക. ഇതൊരു കെട്ടുകഥയല്ല, കഥാപ്രസംഗമല്ല. ബിൽ ഹഖ്, യഥാർത്ഥ ചരിത്രമാണ്. ഇത് അവർ 2 പേരും അല്ലാഹുവിന് വേണ്ടി ബലി നൽകിയപ്പോൾ രണ്ടിൽ ഒരാളുടെ ബലി സ്വീകരിക്കപ്പെട്ടു. മറ്റേയാളുടെ ബലി സ്വീകരിക്കപ്പെട്ടില്ല. ഖുർബാൻ എന്ന് പറഞ്ഞാൽ ബലി കൊടുക്കൽ. ഇതൊരു വലിയ പുണ്യമാണ്, സൽക്കർമ്മമാണ്, ദീനിയായ കർമ്മമാണ്. ഈ കർമ്മം ഒരാളിൽ നിന്ന് പടച്ചോൻ സ്വീകരിച്ചു, മറ്റേ ആളിൽ നിന്ന് സ്വീകരിച്ചില്ല. ഈ സ്വീകരിക്കപ്പെടാത്തയാള് പറഞ്ഞു, തീർച്ചയായും ഞാൻ നിന്നെ കൊല്ലും. എന്തിനു വേണ്ടിയാ കൊല്ലുന്നത്? പടച്ചോൻ നിന്റെ ബലി സ്വീകരിച്ചു, എന്റെ സ്വീകരിച്ചു. അപ്പൊ എന്ത് ചെയ്ത് ഈ ഹാബീല് പറഞ്ഞു, ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. ഉഡായിപ്പിന്റെ ആൾക്കാരെ ഇതൊന്നും പടച്ചു സ്വീകരിക്കില്ല. മുത്തഖീങ്ങളായിരിക്കണം, ഹൃദയത്തിലും ജീവിതത്തിലും വിശുദ്ധി ഉണ്ടായിരിക്കണം. ബാഹ്യമായ ബാഹ്യപ്രകടനത്തിൽ ദീൻ, ഹൃദയത്തിലാണ് എങ്കിൽ അസൂയയും പകയും വിദ്വേഷവും മാത്രം. قال إنما يتقبل الله من المتقين. ഹാബീല് ഖാബീലിനോട് പറഞ്ഞു, അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. എന്റെ ഹൃദയത്തിൽ അല്ലാഹു നൽകിയ തഖ്വയിൽ നീ അസൂയാലുവാകേണ്ടതില്ല. ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസിതിൻ യദയ്യ ലിയഖ്തുലക ഇന്നി യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. മുത്തഖിയായ സഹോദരൻ തന്റെ സഹോദരന് സാരോപദേശം നൽകുക, നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ കൊല്ലാൻ പറ്റത്തില്ല. കാരണം കൊലപാതകത്തിന്റെ വൃത്തിയാക്കാതെ ഗുരുതരമാണ്. ഞാൻ അല്ലാഹുവിനെ പേടിക്കും. എന്റെയും നിന്റെയും പാപവും പേറിക്കൊണ്ട് നീ നാളെ ആഖിറത്തിൽ നരകത്തിൽ ചെന്ന് പതിക്കും. നീ അക്രമകാരിയാണ്. അക്രമകാരികൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷ നരകമാണ്. ഇതൊക്കെ കേട്ടിട്ടും ഫതവഅത ലഹു നഫ്സുഹു ഖത്ല അഖീ ഫഖതലഹു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. ഹൃദയത്തിൽ ഒരാളോട് പക വന്നാൽ, വിദ്വേഷം വന്നാൽ, അസൂയ വന്നാൽ ആരുടെയും സാരോപദേശം കേൾക്കില്ല, പ്രയോജനപ്പെടില്ല. ഖാബീലിന്റെ ഹൃദയം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു, സഹോദരനെ കൊല്ലണം, സഹോദരനെ കൊല്ലണം. ഫഖതലഹു, അങ്ങനെ ഖാബീൽ തന്റെ സഹോദരനായ ഹാബീലിനെ കൊലപാതകം ചെയ്തു. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അവൻ പരാജികളിൽ പെട്ടുപോയി ആ കൊലപാതകത്തിന്റെ. പിന്നീട് ഈ സഹോദരന്റെ ജനാസ എങ്ങനെയാ മറമാടേണ്ടത് എന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം നടന്ന ഒരു ജനാസ എങ്ങനെയാ സംസ്കരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കാക്കയെ فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാക്കയെ അയച്ചു. ആ കാക്ക അതിന്റെ ചുണ്ടുകൊണ്ട് ഭൂമിയെ മാന്തി ആ ഭൂമിയിൽ ദ്വാരമുണ്ടാക്കി ചത്തുപോയ മറ്റേ കാക്കയെ അതിൽ മറമാടി. ഇത് കണ്ടപ്പോ ഖാബീല് പറഞ്ഞു, ഖാല യാ വൈലതാ അഅജസ്തു അൻ നകൂന മിസ്ല ഹാദൽ ഗുറാബ്
فأواري سوءة أخي فأصبح من النادمين. എന്റെ നാശമേ, ഈ കാക്കയേക്കാൾ ഞാൻ അശക്തനായി പോയല്ലോ. എന്റെ സഹോദരനെ എങ്ങനെയാണ് മറമാടേണ്ടത് എന്ന് എനിക്കറിയാതെ പോയല്ലോ. എന്നിട്ട് സഹോദരന്റെ ജനാസയെ ഭൂമി മാന്തി അതിൽ ദൂരമുണ്ടാക്കി ആ ഖബറിന്റെ ഉള്ളിലേക്ക് മറമാടി. ഉള്ളിലുള്ള എല്ലാ വികാരവും അരിശവും രോഷവും ഒക്കെ കൊന്നു കഴിഞ്ഞപ്പോ തീർന്നു. പിന്നെ എന്താ? ഖേദം. ഹൃദയത്തിൽ പിന്നെ ടെൻഷനാണ്, പിന്നെ ബേജാറാണ്. ഈ ബേജാറ് ഇങ്ങനെ നിലനിൽക്കും. ഇപ്പൊ ലോകത്ത് ആദ്യമായി കൊലപാതകം നടന്നത് പൈസ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, പ്രോപ്പർ പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, ഭൗതികമായ എന്തെങ്കിലും സംവിധാനം പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് ഒരാൾ അള്ളാന്റെ അടുക്കൽ സ്വീകാര്യനായി പോയി, അയാൾക്ക് അംഗീകാരം കിട്ടി, പിന്നെ അയാൾ എങ്ങനെ കൊല്ലണം അങ്ങനെ പോകും. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ദബ്ബയിലൈക്കും ദാഉൽ ഉമമി ഖബ്ലകും അൽഹസദു വൽ ബഗ്ളാ ഹിയൽ ഹാലിക ലാ ഖൂലു തഹ്രിഖു ശഅറ വലാകിൻ തഹ്രിഖു ദീനക. നിങ്ങളിലേക്ക് മുൻകഴിഞ്ഞ സമൂഹങ്ങളിലുള്ള രോഗം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതെന്താണ്? അസൂയയും മറ്റൊരാളോടുള്ള പകയും വിദ്വേഷവും അരിശവുമാണ്. അത് നിങ്ങളെ വടിച്ചു കളയും. ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ശരീരത്തിന്റെ രോമം വടിച്ചു കളയുമെന്ന്. നിങ്ങളുടെ ദീനിയായ മൂല്യങ്ങൾ നശിപ്പിച്ചു കളയും. നിങ്ങൾ ദീനുള്ളവരെ എന്ന് അവകാശപ്പെടുമ്പോഴും ആ ദീനിന് കളങ്കം സംഭവിക്കുന്ന ധാരാളം തിന്മകൾ നിങ്ങൾ പ്രവർത്തിക്കുന്നവരായി. അതുകൊണ്ട് കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ പ്രത്യാഘാതം. ഇന്ന് മനുഷ്യൻ എന്ത് ചെയ്യും? നേരിട്ട് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ കൊല്ലാൻ വേറെ എന്തെങ്കിലും മാർഗമുണ്ടെന്നോ. ഒരാളോട് അസൂയ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അയാളെ എങ്ങനെ കൂടോത്രം ചെയ്ത് കൊല്ലാം? ഏതെങ്കിലും മന്ത്രവാദികൾ കൂടോത്രം ചെയ്തവരെ സമീപിക്കും. അല്ലാഹു പറയാ, വലകും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബി ലഅല്ലകും തത്തഖൂൻ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല. കൊലപാതകത്തിന് പ്രതിക്രിയയുണ്ട്. ആ പ്രതിക്രിയയ്ക്ക് വിധേയനായേ തീരുകയുള്ളൂ. കൊന്നയാളെ അതുപോലെ തന്നെ കൊല്ലണമെന്നതാ ഇസ്ലാമിന്റെ അധികാരം. ഇസ്ലാമും മുസ്ലിമീങ്ങളും ശരിയായ രൂപത്തിലായിരുന്നപ്പോ ഇങ്ങനെയുള്ള ശിക്ഷാ നടപടികൾക്ക് സ്വന്തമായി സന്നദ്ധരായി മുന്നോട്ട് വരുമായിരുന്നു. ഇന്ത്യ ഭരിച്ച നീതിമാനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, റിയാസുദ്ദീൻ ബൽബൻ. ഡൽഹി എന്ന് പറയുന്ന പ്രവിശാലമായ പ്രദേശത്തിന്റെ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. തന്നെ അവിടെ ഒരു കോടതി ഉണ്ടാക്കിയിരുന്നു. ആ കോടതിയിൽ ഒരു ഖാദി ജഡ്ജിയെയും തീരുമാനിച്ചിരുന്നു, നിസാമുദ്ദീൻ ബൽബൻ. രാജാവായ റിയാസുദ്ദീൻ ബൽബൻ ഒരിക്കൽ വേട്ടയാടുന്നതിനു വേണ്ടി പോയപ്പോൾ ഒരസ്ത്രം എയ്തു. ആ അസ്ത്രം പോയി പതിച്ചത് വനാന്തരത്തിൽ നിന്ന് ഒരു യുവാവിന്റെ നെഞ്ചിലേക്കാണ്. ആ യുവാവ് അങ്ങനെ തന്നെ പിടഞ്ഞു വീട് മരണപ്പെട്ടു. രാജാവിന് ദുഃഖമായി. രാജാവ് ആ യുവാവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന വിധവയായ ഒരു സ്ത്രീയുടെ അഭയവും അത്താണിയുമായ മകനായിരുന്നു അത്. ആ യുവാവിനെയും പേറിക്കൊണ്ട് ഇന്ത്യ ഭരിച്ചിരുന്ന റിയാസുദ്ദീൻ ബൽബൻ എന്ന് പറയുന്ന ചക്രവർത്തി ആ കുടിലെത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അസ്ത്രമെയ്തു. ആ അസ്ത്രം ഇദ്ദേഹത്തിന്റെ നെഞ്ചിൽ പതിച്ചു, പിടഞ്ഞു വീണ് മരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ മകനെ കൊല്ലാനല്ല അസ്ത്രമെയ്തത്. വേട്ടമൃഗത്തിലേക്ക് എന്റെ ശരവർഷം നടത്തിയത് നിങ്ങളുടെ മകന്റെ നെഞ്ചിൽ പോയി തളച്ചു കയറിയതാണ്. അതുകൊണ്ട് നിങ്ങൾ കോർട്ടിൽ പോയി കേസ് ഫയൽ ചെയ്യണം. സ്ത്രീയോട്, സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയോട് ആ രാജ്യം ഭരിക്കുന്ന ചക്രവർത്തി തനിക്കെതിരിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. പറഞ്ഞു കൊടുത്തു, ഇന്ന സ്ഥലത്താണ് കോടതി, ആ കോടതിയിലെ ജഡ്ജി ഇന്നയാളാണ്. ആ കുട്ടിയുടെ ജനാസ സംസ്കരിച്ചു. ആ സ്ത്രീ നേരെ കോടതിയിൽ വന്നു. നിസാമുദ്ദീൻ ബൽബൻ എന്ന് പറയുന്ന ജഡ്ജിയോട് കേസ് ഫയൽ ചെയ്തു. രാജാവിനെ വിളിപ്പിച്ചു, ആ സ്ത്രീയെ വിളിപ്പിച്ചു. നിങ്ങൾ ഈ സ്ത്രീയുടെ മകനെ കൊന്നു എന്നാണ് ഈ സ്ത്രീ പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൽ ഖിസാസ് ഉണ്ട്. കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ പ്രതിക്രിയ ചെയ്യണം, നിങ്ങളെ വധിക്കപ്പെടണം.
അഥവാ കൊലപാതകം ചെയ്യപ്പെട്ടയാളുടെ അനന്തരാവകാശികൾ ഈ മാതാവ് ഈ സ്ത്രീ നിങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നു എങ്കിൽ ദിയത്ത് കൊടുക്കണം, പ്രായച്ചിത്തം 100 ഒട്ടകം കൊടുക്കണം. സ്ത്രീയാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടുന്നത്. സ്ത്രീ രാജാവിലേക്ക് നോക്കിയപ്പോ ഖേദപ്രകടനത്തോടെ തലകുനിച്ചു നിൽക്കുന്ന ചക്രവർത്തിയായ ഗിയാസുദ്ദീൻ ബൽബനെ കാണുന്നു. ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഇയാളുടെ കേസിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയാണ്, ഇയാൾക്ക് ഞാൻ മാപ്പ് നൽകുകയാണ്. നിസാമുദ്ദീൻ ബൽബൻ ചോദിച്ചു, എന്തിനാ മാപ്പ് കൊടുക്കുന്നത്? ആ സ്ത്രീ പറഞ്ഞു, ഇതുപോലെയുള്ള രാജാക്കന്മാരാണ് രാജ്യം ഭരിക്കേണ്ടത്. രാജാവ് തീർച്ചയായും എന്റെ മകനെ ശരവർഷത്തിലൂടെ കൊല ചെയ്തു, പക്ഷേ അദ്ദേഹത്തിന് കയ്യബദ്ധം സംഭവിച്ചു പോയതാണ്. എന്നിട്ട് കൂടി അദ്ദേഹം ചെയ്ത ആ കുറ്റത്തിനെ സമ്മതിക്കാനും ആ കുറ്റത്തിനുണ്ടാകുന്ന ആക്ഷൻ സ്വീകരിക്കാനും സന്നദ്ധനായി എങ്കിൽ അതും അദ്ദേഹം നിശ്ചയിച്ച ഒരു ജഡ്ജിയിൽ നിന്ന് തന്നെ ആ കേസിന്റെ പേരിൽ വരുന്ന ശിക്ഷ ഏൽക്കാനും തയ്യാറുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള നീതിയുടെ നിറകുടങ്ങളായ ചക്രവർത്തിമാർ ഈ രാജ്യത്ത് അവശേഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ വിട്ടുവീഴ്ച ചെയ്തത്. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? തന്റെ നിസാമുദ്ദീൻ ബൽബൻ കടാര ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, അല്ലയോ ചക്രവർത്തി, ഞാൻ ഈ കടാര കയ്യിൽ വെച്ചത് എന്തിനെന്നറിയോ? നിങ്ങൾ ചക്രവർത്തിയാണ്, നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾ എനിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കഥ കഴിക്കാൻ വേണ്ടിയായി കടാര കയ്യിൽ കരുതി. ഗിയാസുദ്ദീൻ ബൽബൻ തന്റെ അരയിൽ കരുതിയിരുന്ന കടാര ഉയർത്തിയിട്ട് കാണിച്ചു, ഞാൻ ഈ കടാര കരുതിയിരുന്നത് നിങ്ങൾ ഞാൻ നിശ്ചയിച്ച ജഡ്ജി ആയതുകൊണ്ട്, ചക്രവർത്തിയാണതുകൊണ്ട് ചക്രവർത്തിക്കെതിരിൽ ഒരിക്കലും ഒരു നിയമം പുറപ്പെടുവിക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ആ നിയമത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ലാഘവം കാട്ടിയിരുന്നു എങ്കിൽ നിങ്ങളെ ഈ കടാര കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും യഥാർത്ഥമായ നല്ല കാലഘട്ടങ്ങളിൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ കൃത്യമായി നടപ്പായതുകൊണ്ട് ലോകത്ത് ജീവനുകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് പ്രതിക്രിയ എന്ന് പറയുന്ന നിയമമില്ല. ഒരാളെ കൊലപാതകം ചെയ്തു, പിന്നീട് അയാളുടെ കേസ് ഫയൽ ചെയ്തു, അന്വേഷണം കഴിഞ്ഞു, വർഷങ്ങൾ കഴിയുമ്പോൾ എന്റെ പുതിയ ആ കേസ് ഒതുങ്ങി തീർന്നു പോവുകയാണ്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വലകും ഫിൽ ഖിസാസി ഹയാതു യാ ഉലിൽ അൽബാബി. നിങ്ങൾക്ക് ഇസ്ലാമിന്റെ കൊലപാതകത്തിന്റെ പേരുള്ള പ്രതിക്രിയ എന്ന ശിക്ഷാ നടപടിയിലുണ്ട്, ഹയാത്തും ജീവിതമുണ്ട്. ഇങ്ങനെ ഒരു നിയമം ഏതെങ്കിലും രാജ്യത്തുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്ത് കൊലപാതകം കുറവായി. ആ രാജ്യത്ത് ഒരാളെ കയ്യേറ്റം ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ട ജീവൻ അപകടത്തിലാകും. കാരണം ഇസ്ലാമിന്റെ നിയമമാണ് കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ പ്രതിക്രിയ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നൽകിയ 9 ഉപദേശങ്ങളിൽ ഒരു ഉപദേശം, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് ذلكم وصاكم به لعلكم تعقلون ولا تقتلوا النفس التي حرم الله. അല്ലാഹു പവിത്രമാക്കിയ ശരീരങ്ങളെ നിങ്ങൾ കൊലപാതകം ചെയ്യരുത്. ഓരോ ശരീരത്തിന് അല്ലാഹു പവിത്രത നൽകിയിരിക്കുകയാണ്. ഇല്ലാ ബിൽ ഹഖ്, അന്യായമായ ഒരു ശരീരത്തെയും നിങ്ങൾ കൊലപാതകം ചെയ്യരുത്. ദാലികും വസ്സാകും ബിഹി, ഇക്കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപദേശമായി സമർപ്പിക്കുകയാണ്. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാകാൻ. അല്ലാഹു നമുക്ക് ശരിയായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.